നമസ്കാരം സുഹൃത്തുക്കളെ, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ശ്രദ്ധിച്ച് അവസാനം വരെ കാണണം. കാരണം കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന രണ്ട് പ്രധാന വേക്കൻ്റ് ഇൻ്റർവ്യൂ ജോലി അവസരങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യത്തേത് മിൽമയിൽ മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള നിയമനമാണ്. രണ്ടാമത്തേത് ഗുരുവായൂർ ദേവസ്വത്തിൽ 3 വ്യത്യസ്ത തസ്തികകളായി താൽക്കാലിക നിയമനം. അതായത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് ലൈൻമാൻ, ഹെൽപ്പർ എന്നീ തസ്തികകളിലേക്കാണ് അവസരം. ഇവയിൽ ചില തസ്തികകളിൽ ബിരുദ യോഗ്യതയുള്ളവർക്കും മറ്റൊന്നിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്, മറ്റൊന്നിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വരെ അവസരമുണ്ട്. ശമ്പളവും മോശമല്ല. ഒരു തസ്തികയിൽ 44,000 പ്രതിമാസം വരെ ലഭിക്കും. മറ്റു തസ്തികകളിൽ പ്രതിദിന വേതനവും ലഭിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഓഗസ്റ്റിലാണ് ഈ വേക്കൻ്റ് ഇൻ്റർവ്യൂകൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ ബന്ധപ്പെട്ട വിജ്ഞാപനം പരിശോധിച്ച് തയ്യാറാകണം. ഈ വീഡിയോയിൽ ഞാൻ ഓരോ ജോലിയുടെയും യോഗ്യത, പ്രായപരിധി, ശമ്പളം, ഒഴിവുകളുടെ എണ്ണം, ഇൻ്റർവ്യൂ സമയം, ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി വരുമ്പോൾ വീഡിയോ പേസ്റ്റ് ചെയ്ത് വിവരങ്ങൾ നോട്ട് ചെയ്താം. അപ്പോൾ ആദ്യം മിൽമയിലെ ജോലി അവസരം നോക്കാം. തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ലിമിറ്റഡ്, അതായത് മിൽമ, കൊല്ലം തേവള്ളിയിലുള്ള ഡയറിയിലാണ് ഒരു പ്രധാന ഒഴിവിലേക്ക് നിയമനം നടത്തുന്നത്. തസ്തികയുടെ പേര് മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ്. അതായത് കോമ്പറ്റീഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യോഗ്യതയുള്ളവർ ഈ അവസരം ഗൗരവമായി കാണണം. നിയമനം കരാർ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ലഭിക്കുന്ന ശമ്പളം 23,000, അതായത് പ്രതിമാസം 23,000 ശമ്പളമായി നൽകുന്നത്. ഇനി ഈ ജോലിക്ക് ആരൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം, ഇത് മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് തസ്തിക ആയതിനാൽ വെറും ബിരുദം ഉണ്ടായാൽ മാത്രം മതിയാകില്ല. മാർക്കറ്റിംഗ് ഭാഗത്തിൽ പ്രവൃത്തി പരിചയവും ആവശ്യപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് വിശദമായി നോക്കാം. മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ മോഡിൽ നേടിയ ഗ്രാജുവേഷൻ, അതായത് ബിരുദം ഉണ്ടായിരിക്കണം. ഇവിടെ റെഗുലർ മോഡ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം പ്രമുഖ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് ഭാഗത്തിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതിനാൽ ബിരുദം മാത്രമുള്ളവർ ഈ ഒഴിവിന് യോഗ്യരാണെന്ന് കരുതരുത്. ഗ്രാജുവേഷൻ പ്ലസ് 2 years മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് എന്നതാണ് ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും വിജ്ഞാപനത്തിലെ നിബന്ധനകൾക്കനുസരിച്ചാണോ എന്ന് ആദ്യം ഉറപ്പാക്കുക. ഇനി പ്രായപരിധി. 2026 ജനുവരി 1-ന് 18-നും 40-നും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 1/1/2026 എന്ന കട്ട് ഓഫ് ഡേറ്റാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഇനി ചില വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷം വരെ പ്രായ ഇളവ്, OBC എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്ക് 3 വർഷം വരെ പ്രായ ഇളവ്. ഈ പ്രായ ഇളവുകൾ കേരള സഹകരണ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുമോ എന്ന് ബന്ധപ്പെട്ട വിജ്ഞാപനം പരിശോധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, വേക്കൻ്റ് ഇൻ്റർവ്യൂ ആയതിനാൽ എന്തൊക്കെ കൊണ്ടുപോകണം? താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി നേരിട്ട് ഹാജരാകണം. അതോടൊപ്പം അവയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൂടി കരുതണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൂടി ആവശ്യമാണ്. അതുകൊണ്ട് അവസാന നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് മറക്കരുത്. ഒരു ചെറിയ ഫയൽ തയ്യാറാക്കി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാം ഒരുമിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു പ്രധാന അറിയിപ്പ്, നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്നവരെ ഇൻ്റർവ്യൂവിന് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് ഇൻ്റർവ്യൂ സ്ഥലത്തേക്ക് നേരത്തെ എത്തുന്നതാണ് സുരക്ഷിതത്വം. ഇവിടെ മറ്റൊരു പ്രത്യേക നിബന്ധനയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിൻ്റെ ഏതെങ്കിലും യൂണിറ്റിൽ 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് അറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ വരുന്നവർ ഈ നിബന്ധന പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒഫീഷ്യൽ ഇൻഫർമേഷൻ എവിടെ നിന്നും പരിശോധിക്കാം? മിൽമയുടെ ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പും വിശദാംശങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ് ഏറ്റവും സുരക്ഷിതത്വം. വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ പിന്നീട് കമൻറ്റ് കൂടി പരിശോധിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ വലിയ അവസരത്തിലേക്ക് പോകാം.
ഇവിടെ ഒരൊറ്റ ജോലി മാത്രമല്ല, 3 വ്യത്യസ്ത തസ്തികകളാണ് അവസരം. അതിൽ ഒരു തസ്തികയ്ക്ക് 44,000 പ്രതിമാസം വരെ ശമ്പളമുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. ഇനി പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തെക്കുറിച്ചാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ, അസിസ്റ്റൻ്റ് ലൈൻമാൻ, ഹെൽപ്പർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ദേവസ്വം ഓഫീസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. ഇവിടെ ഒരു പ്രധാന കാര്യം, ഈ 3 തസ്തികകൾക്കും യോഗ്യതയും ഇൻ്റർവ്യൂ സമയവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു ജോലി നോക്കി മറ്റൊരു ജോലിയുടെ സമയം തെറ്റായി മനസ്സിലാക്കരുത്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിൽ 4 ഒഴിവുകളാണ് ഉള്ളത്. അതായത് ഈ വിഭാഗത്തിൽ 4 പേരെ നിയമിക്കാനാണ് അവസരം. യോഗ്യത എന്താണ്? അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പരിഗണിക്കാം. പ്രായപരിധി 2026 ജനുവരി 1-ന്, 25-നും 36-നും മധ്യേ. ഇവിടെയും 1/1/2026 എന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. ഇനി നിയമന കാലാവധി. നിയമനം 179 ദിവസത്തേക്കോ സ്ഥിര നിയമനം നടക്കുന്നവരെയോ ഏതാണോ ആദ്യം അതുവരെ ആയിരിക്കും. അതായത് ഇത് സ്ഥിര ജോലി എന്ന് കരുതരുത്, ടെമ്പററി അപ്പോയിൻമെൻ്റ് ആണ്. ഇനി ഏറ്റവും ആകർഷകമായ കാര്യം, പ്രതിമാസം 44,000 ശമ്പളം. അതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ അവസരം ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ഇൻ്റർവ്യൂ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 2 മണിക്കാണ് വേക്കാൻ ഇൻ്റർവ്യൂ. അതിനു മുമ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും. അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ 1 മണിക്ക് എത്തുകയും ഇൻ്റർവ്യൂ 2 മണിക്ക് നടക്കുകയും ചെയ്യും. ആയതിനാൽ 2 മണിക്ക് മാത്രം എത്താമെന്ന് കരുതി അവസാന നിമിഷം പോകാതെ നേരത്തെ എത്തുന്നതാണ് നല്ലത്. സ്ഥലം ഗുരുവായൂർ ദേവസ്വം ഓഫീസ്. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഏജ് ക്രൈറ്റീരിയ സർട്ടിഫിക്കറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അവസരം പരിശോധിക്കാം. പക്ഷേ ഒരു കാര്യം കൂടി, ഹിന്ദു ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ നിയമനത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നതാണ് നൽകിയിരിക്കുന്ന അറിയിപ്പിൽ പറയുന്നത്. അതിനാൽ ഔദ്യോഗിക വിജ്ഞാപനത്തിലെ എലിജിബിലിറ്റി കണ്ടീഷൻ നിർബന്ധമായും പരിശോധിക്കുക. 2. അസിസ്റ്റൻ്റ് ലൈൻമാൻ. ഇനി അടുത്ത ഒഴിവിലേക്ക്. ഇത് അസിസ്റ്റൻ്റ് ലൈൻമാൻ തസ്തികയാണ്. ഇവിടെ ഒരു ഒഴിവാണ് ഉള്ളത്. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ടെക്നിക്കൽ സെക്കൻഡറി സ്കൂൾ പാസ്സായിരിക്കണം. അതോടൊപ്പം വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ സർക്കാർ നൽകുന്ന നാഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് വെറും 10ാം ക്ലാസ് മാത്രം മതിയാകില്ല, ബന്ധപ്പെട്ട ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ്. ഇനി പ്രായപരിധി 2026 ജനുവരി 1-ന്, 20-നും 36-നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. നിയമന കാലാവധി 179 ദിവസം. ശമ്പളം എങ്ങനെയാണ്? ഇവിടെ പ്രതിമാസ ശമ്പളമല്ല, പ്രതിദിനം 730 ആണ്. അതായത് ഡെയിലി വേജ് അടിസ്ഥാനത്തിലാണ് വേതനം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് സമയം. ഓഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 12 മണിക്ക് വേക്കാൻ ഇൻ്റർവ്യൂ. അതുകൊണ്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ ഇൻ്റർവ്യൂ 2 മണിയോടെയാണെന്ന് കണ്ടിട്ട് 2 മണിക്ക് എത്തിയാൽ ഈ ഇൻ്റർവ്യൂ നഷ്ടമാകും. കാരണം അസിസ്റ്റൻ്റ് ലൈൻമാൻ്റെ ഇൻ്റർവ്യൂ 12 മണിക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് തസ്തികയ്ക്കാണ് പോകുന്നത് എന്ന് ആദ്യം തീരുമാനിക്കുക. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ആവശ്യമായ സമയം കണക്കാക്കി നേരത്തെ എത്തുക. ഇനി 3ാമത്തെ തസ്തിക. ഇത് പലർക്കും പ്രത്യേകമായി ശ്രദ്ധിക്കാവുന്ന ഒരു അവസരമാണ്. കാരണം ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയെ ആവശ്യപ്പെടുന്നത് 7ാം ക്ലാസ് പാസ്. തസ്തിക ഹെൽപ്പർ. ഒഴിവുകളുടെ എണ്ണം 2. യോഗ്യതയ്ക്ക് 2 രീതിയിലുള്ള വ്യവസ്ഥയാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം സർക്കാർ നൽകുന്ന നാഷണൽ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് NTC ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ KSEBിയിലോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യുതി വിതരണ സ്ഥാപനത്തിലോ കുറഞ്ഞത് 6 മാസം NMR തൊഴിലാളിയായി ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു പ്രത്യേക ഇളവുണ്ട്. SC/ST വിഭാഗങ്ങൾക്ക് പ്രവൃത്തിപരി സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. നിയമനത്തിന് ശേഷം 6 മാസത്തെ പരിശീലനം നൽകുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇനി പ്രായപരിധി 2026 ജനുവരി 1-ന്, 18-നും 36-നും മധ്യേ. നിയമന കാലാവധി 179 ദിവസം. ശമ്പളം പ്രതിദിനം 710. ഇനി ഇൻ്റർവ്യൂ സമയം ഓഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 3 മണിക്ക്. അതായത് 3 തസ്തികയുടെ സമയം വീണ്ടും ഒന്ന് ഓർക്കാം. അസിസ്റ്റൻ്റ് ലൈൻമാൻ 12 PM, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ 2 PM, ഹെൽപ്പർ 3 PM. ഈ 3 സമയങ്ങളും തമ്മിൽ മാറരുത്. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഒന്ന് റീകാപ്പ് ചെയ്യാം. ആദ്യത്തെ ജോലി മിൽമ മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ്. ഒഴിവ് 1. ക്വാളിഫിക്കേഷൻ എനി റെഗുലർ ഗ്രാജുവേഷൻ. എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് വിഭാഗത്തിൽ 2 വർഷം. സാലറി 23,000. ഏജ് 18-40.
കോൺടാക്ട് ബേസ്. വേക്കൻ ഇൻ്റർവ്യൂ 11 ഓഗസ്റ്റ്. അടുത്തത് ഗുരുവായൂർ ദേവസ്വം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ, ഒഴിവ് 4, ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, ഏജ് 25-36, സാലറി 44,000 പെർ മന്ത്. ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 11 2 PM, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ 1 PM. അടുത്തത് അസിസ്റ്റൻറ്റ് ലൈൻമാൻ ഒഴിവ് 1, ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്, ഏജ് 20-36, സാലറി 730 പെർ ഡേ. ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 11 12 PM. അടുത്തത് ഹെൽപ്പർ ഒഴിവ് 2, ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ്, ഏജ് 18-36, സാലറി 710 പെർ ഡേ. ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 11 3 PM. ഇനി നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ, ഒരൊറ്റ വീഡിയോയിൽ തന്നെ വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പരിഗണിക്കാവുന്ന നിരവധി അവസരങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി ആരൊക്കെയാണ് ഈ അവസരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഗ്രാജുവേറ്റ് ആണെങ്കിൽ മിൽമയിലെ മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ഒഴിവ് പരിശോധിക്കാം. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓപ്പർച്യൂണിറ്റി ശ്രദ്ധിക്കുക. നിങ്ങൾ 10ാം ക്ലാസ് പ്ലസ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ അസിസ്റ്റൻറ്റ് ലൈൻമാൻ ഓപ്പർച്യൂണിറ്റി നോക്കാം. നിങ്ങൾക്ക് 7th ക്വാളിഫിക്കേഷൻ പ്ലസ് NTC ഉണ്ടെങ്കിൽ ഹെൽപ്പർ വേക്കൻസി പരിശോധിക്കാം. അതുപോലെ ആവശ്യമായ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഹെൽപ്പർ വേക്കൻസി പരിഗണിക്കാം. അതായത് ക്വാളിഫിക്കേഷൻ നോക്കാതെ എല്ലാവരും ഒരേ ജോലിക്ക് അപേക്ഷിക്കണം എന്നല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, എക്സ്പീരിയൻസ് എന്നിവ ഓരോ തസ്തികയുടെ നോട്ടിഫിക്കേഷന് മുമ്പായി മാച്ച് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യൂട്യൂബ് വീഡിയോയിൽ വിവരങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇൻ്റർവ്യൂവിന് പോകാതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടി വായിക്കുക. കാരണം വേക്കൻസി നോട്ടിഫിക്കേഷനിൽ പറയുന്ന നിബന്ധനകളാണ് അന്തിമമായി ബാധകമാകുന്നത്. ഇനി ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ്. നിങ്ങൾക്ക് ഒരു ഫയൽ തയ്യാറാക്കുക. അതിൽ ഒറിജിനൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ്, ആവശ്യമായ തസ്തികകൾക്ക് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്നിവ തയ്യാറാക്കി വെക്കുക. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കരുതുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുപോകുന്നത് പോരാ, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൂടി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവയും തയ്യാറാക്കുക. ഒരു ദിവസം മുമ്പ് തന്നെ ഫയൽ തയ്യാറാക്കി വെച്ചാൽ ഇൻ്റർവ്യൂ ദിവസം ടെൻഷൻ കുറയും. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 11 ഇൻ്റർവ്യൂ ഉള്ളതിനാൽ ഇന്ന് തന്നെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി, ജോബ് നോട്ടിഫിക്കേഷൻ്റെ പേര് മാത്രം കണ്ടിട്ട് അപ്ലൈ ചെയ്യരുത്. ക്വാളിഫിക്കേഷൻ, ഏജ്, എക്സ്പീരിയൻസ്, കാസ്റ്റ്, കാറ്റഗറി കണ്ടീഷൻസ്, ഡോക്യുമെൻറ്റ്സ്, ഇൻ്റർവ്യൂ ടൈം എല്ലാം പരിശോധിക്കുക. പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം വേക്കൻസീസിൽ 3 തസ്തികകൾക്കും വ്യത്യസ്ത എലിജിബിലിറ്റി കണ്ടീഷനാണ്. അതുകൊണ്ട് ഒരു വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ മറ്റൊന്നിന് ബാധകമാണെന്ന് കരുതരുത്. അതുപോലെ മിൽമ വേക്കൻസി 2 വർഷത്തെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന നിബന്ധന പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റർവ്യൂ സമയം വളരെ പ്രധാനമാണ്. നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്നവരെ പരിഗണിക്കില്ലെന്ന് മിൽമ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വൈകിയാലും പ്രശ്നമില്ല എന്ന് കരുതരുത്. ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഞാൻ പറഞ്ഞ വിവരങ്ങളുടെ വിശദമായ ഔദ്യോഗിക വിജ്ഞാപനം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ താഴെ പിൻ കമൻറ്റ് ഒന്ന് പരിശോധിക്കുക. അവിടെ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ തുറന്ന് ക്വാളിഫിക്കേഷൻ ശരിയാണോ, ഏജ് ലിമിറ്റ് ശരിയാണോ, ഇൻ്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈം ശരിയാണോ, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നെല്ലാം സ്വയം വെരിഫൈ ചെയ്യുക. ഒരു ജോലി സംബന്ധമായ തീരുമാനം എടുക്കുമ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 4 അവസരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ജോലി ഏതാണ്? മിൽമ മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ആണോ, ഗുരുവായൂർ ദേവസ്വം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണോ, അസിസ്റ്റൻറ്റ് ലൈൻമാൻ ആണോ, ഹെൽപ്പറാണോ? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസി ഏതാണെന്നും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കമൻറ്റ് മറ്റൊരു ഉദ്യോഗാർത്ഥിക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് സംശയമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് മിൽമയിലെ മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് വേക്കൻസി, കൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ലൈൻമാൻ, ഹെൽപ്പർ വേക്കൻസീസ് എന്നിവയാണ്. ഇതിൽ ചില അവസരങ്ങൾ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 11 തന്നെ നടക്കുന്നതിനാൽ യോഗ്യതയുള്ളവർ സമയം നഷ്ടപ്പെടുത്താതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. വീഡിയോയിൽ പറഞ്ഞ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള കേരള ജോബ് വേക്കൻസീസ്, ഗവൺമെൻറ് ജോബ്, വേക്കൻ ഇൻ്റർവ്യൂ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ജോബ് അപ്ഡേറ്റ് കൃത്യമായി അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ലഭിക്കുന്ന ഒരു ജോബ് അപ്ഡേറ്റ് ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതത്തിലെ ഒരു നല്ല അവസരമായി മാറിയേക്കാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മിൽമ മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് 23,000, ഗുരുവായൂർ ദേവസ്വം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 44,000, അസിസ്റ്റൻറ്റ് ലൈൻമാൻ 730 പെർ ഡേ, ഹെൽപ്പർ 710 പെർ ഡേ.
വിശദമായ നോട്ടിഫിക്കേഷൻ പിൻ കമൻറ്റിൽ പരിശോധിക്കുക. ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വോയിസ് ഓഫ് RBRL വീണ്ടും മറ്റൊരു തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.